ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദിയ അജൂസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു വെറൈറ്റി ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. ആക്ച്വലി ഇത് ഞാനൊരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ഡിസൈഡ് ചെയ്താണ് എന്നാൽ ശരി അങ്ങോട്ട് പോവാം. പിന്നെ മോക്ക് കളിക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു പ്ലേസ് ആണ്. അപ്പം എന്നാൽ അങ്ങോട്ട് രാത്രി വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇപ്പം നമ്മൾ ലൊക്കേഷനൊക്കെ ഇട്ട് നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരു 10 minutes ഒക്കെ ഉണ്ട്, 15 minutes ഉള്ളിലുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഓക്കെ. അങ്ങനെ ഗൈസ് ഞങ്ങളവിടെ എത്താനായ ടൈമിൽ ബോട്ടൊക്കെ കണ്ടു കേട്ടോ. അവിടെ കുറേ ആൾക്കാർ പാട്ടൊക്കെ വെച്ച് നല്ല വൈബ് അടിച്ച് പോകുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഗൈസ് നമ്മൾ ഏതായാലും ഞാൻ പറഞ്ഞ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇത്തസലാത്ത് MOTB ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഭയങ്കര ലൈറ്റിംഗ് സെറ്റപ്പും കാര്യമൊക്കെയാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ അത് കാണിച്ചു. അവിടെ ഫുൾ ലൈറ്റിംഗ് സെറ്റപ്പും ഭയങ്കര മൊത്തത്തിൽ നല്ല അടിപൊളി ലാവിഷായിട്ടാണ് ഉള്ളത്. അതേപോലെ കാണിക്കുന്ന ഈ സൈഡ് വരുന്നത് പെയ്ഡ് പാർക്കിംഗ് ആണ് വരുന്നത്. അതേപോലെ ഇപ്പോഴത്തെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ വരുന്നത് ജനറലായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന പാർക്കിംഗ് ഏരിയ ആണ്. അവിടെ കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ നമുക്ക് പാർക്ക് ചെയ്യുകയും ചെയ്യാം. ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇന്ന് സൺഡേയും കൂടി ആയതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര റഷാണ്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ എൻ്റർ ആയി കഴിഞ്ഞാലേ നമുക്ക് ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, കം ഓൺ. അങ്ങനെ ഗൈസ് ഞങ്ങൾ റോഡൊക്കെ ക്രോസ് ചെയ്യാണ്. റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ ഇപ്പുറത്തെ സൈഡ് എത്തി. നല്ല ഭംഗി കിട്ടോ ഗൈസ് കാണാൻ. ഗൈസ് നമ്മളേതായാലും ഇതാണ് എൻട്രൻസ് വരുന്നത് കേട്ടോ. ഇവിടെ ഫ്രീ എൻട്രൻസ് ആണ്. അടിപൊളി. നമ്മളങ്ങനെ അകത്തേക്ക് കയറും തോറും പല കളേഴ്സിലായിരിക്കും ഓരോ ഷോപ്സുകൾ അവിടെ ഉണ്ടാവുക, അല്ലെങ്കിൽ പല മോഡലിലായിരിക്കും. ഇത് ഫുള്ളൊരു പിങ്കിഷ് കളറായിരുന്നു കേട്ടോ. നേരെ ഇപ്പുറത്ത് പിന്നെ ബ്ലൂ ഉണ്ട്, പിന്നെ ഗ്രീന്, അങ്ങനെ പല ലൈറ്റ് ഇതുണ്ട്. ഒരു ലൈറ്റ് റോസ്, ലൈറ്റ് പിങ്ക് ഷെയ്ഡായി. ഇത് കണ്ടത് നല്ല രസമില്ല. പക്ഷേ ഇത് ഹ്യൂദ ബ്യൂട്ടീൻ്റെ ഇതാണ് കേട്ടോ സംഭവം അവർ ഇട്ടത്. പിന്നെ അതേപോലെ ഇവിടെ കുറേ ഫ്രീ ആയിട്ട് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. അതേപോലെ എൻ്റെ ബേബിക്ക് ഫുൾ നടന്ന് വൈബ് അടിക്കുകയായിരുന്നു കേട്ടോ ഗൈസ്. അവൾ ഫുൾ ഫ്രീ ആയിട്ട് ആരുടെയൊക്കെയോ എന്തൊക്കെയോ സംസാരിച്ച് അവളിങ്ങനെ വൈബ് അടിച്ച് നടക്കുകയായിരുന്നു. നമുക്കിവിടെ കുറേ ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ സ്പോട്ടും കാര്യമുണ്ട്. ഇവിടെ നിന്നൊക്കെ നല്ല ഫോട്ടോസ് എടുക്കാം. അതേപോലെ സൺഡേ ലീവായതുകൊണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു. അറബീസ് എടുത്തു പറയുകയാണെങ്കിൽ അറബികളുണ്ടായിരുന്നു, ഒരുപാട് അറബികളുണ്ട്. അതേപോലെ മലയാളി ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചില അവരൊക്കെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ കണ്ടിട്ട് വന്ന ആൾക്കാരാണ് അവരൊക്കെ. ഏതായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതേപോലെ നമുക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് ഐറ്റംസ് കിട്ടും. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യമൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. ഇവിടെ പിന്നെ നമുക്ക് കൂടുതൽ കാണാൻ പറ്റുക എന്താണെന്ന് പറയുക ഗൈസ്, ഫുൾ എന്താ പറയുക ഡ്രസ്സിൻ്റെ ഷോപ്പുണ്ട്. അതേപോലെ ആക്സസറീസ്, അതേപോലെ ഫുഡിൻ്റെ കുറേ ഫുഡ് കോർട്ട് ഉണ്ട്. ഇഷ്ടംപോലെ ഫുഡുണ്ട്. അത് നമ്മൾ വിചാരിച്ച പോലെ എന്താ പറയുക അറബി ഫുഡ് മാത്രമല്ല, എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ട്. എന്താ പറയുക ഇത് നമ്മുടെ പാനിപൂരി പോലും ഉണ്ട് ഗൈസ്. ബട്ട് എനിക്ക് തോന്നുന്നു കുറച്ചൊരു റേറ്റ് ഉണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ അതുണ്ടാവും. എനിക്ക് തോന്നുന്നു ഇവിടെ 20-25 dirhams ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു പാനിപൂരി. ആ ഒരു സെറ്റിൽ എത്ര ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, ഞങ്ങൾ തന്നെ ട്രൈ ചെയ്തില്ല. അപ്പോൾ അങ്ങനത്തെ ഫുഡ് കോർട്ട് സംഭവങ്ങളുണ്ട്. അതേപോലെ ഡ്രസ്സ്, ഷൂസ്, ആക്സസറീസ്, അങ്ങനത്തെ എല്ലാ സംഭവവും ഉണ്ട് കേട്ടോ അവിടെ. നല്ല എന്താ പറയുക, ഒരു കുറച്ച് നേരത്തെ പോയാൽ അവിടെ വൈബ് അടിച്ച് കുറച്ച് ഫ്രീ ഗെയിംസൊക്കെ കളിച്ച് അങ്ങനെ ചില്ലടിച്ച് നിൽക്കാൻ പറ്റിയൊരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഏതായാലും ഞങ്ങളവിടെ ഫുൾ നടന്ന് കാണുകയാണ് ഞങ്ങൾ. അതേപോലെ മോള് കുറേ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്, ഓടി കളിച്ച് നടന്ന്. അവൾക്ക് ഏതായാലും ഒരു നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നി കേട്ടോ. ഞങ്ങൾക്കും അതേപോലെ നല്ലൊരു അടിപൊളി. ഇത് ഞാൻ പറഞ്ഞ പാനിപ്പൂരി സെക്ഷൻ കേട്ടോ ഗൈസ്.
പിന്നെ ഇവിടെ ഫുൾ എന്താ പറയുക, ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ കുറേ നല്ല സ്പോട്ട് ഉണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവർ ഫുൾ ബ്ലൂ കളർ അങ്ങോട്ട് കൊടുത്ത്. ബ്ലൂ കളർ മീൻസ് ഫുൾ നമ്മളൊരു ക്ലിക്ക് എടുക്കുമ്പോൾ അതൊരു നീലിച്ച കളറായിട്ടുണ്ടാവും. ഒരു നീല കളർ വന്നാൽ എങ്ങനെ ഉണ്ടാവും നമ്മളെ ഫേസിൽ കടിച്ചാൽ, അങ്ങനത്തെ ഒരു ഇതാട്ടോ. ബ്ലൂ ആൻഡ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. ലൈറ്റിനൊക്കെ അവർ കൊടുത്തത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇവിടെ വലിയ സ്റ്റേജ് ഉണ്ട്, MOTBൻ്റെ വലിയ സ്റ്റേജ് ഉണ്ട് അവിടെ. ഇനിയിപ്പോൾ മേ ബി ഇതിപ്പോൾ ഈ ഫങ്ഷൻസ് കഴിയുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഉണ്ടാവുമായിരിക്കും മേ ബി സ്റ്റേജിൽ വെച്ചിട്ട്. ഞങ്ങൾ പോയ ടൈമിൽ ജസ്റ്റ് സ്ക്രീനിലൊക്കെ ജസ്റ്റ് ഓരോ വിഷ്വൽസും ജസ്റ്റ് ട്യൂണും കാര്യമൊക്കെ ആയിരുന്നു. ഫുൾ പാട്ടാട്ടോ, എല്ലാ ഏരിയയിലും പാട്ടായതുകൊണ്ടാണ് ഞാനിപ്പം അങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ ഫുൾ ഒരുപാട് തിരക്കാട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരുപാട് ആൾക്കാരുണ്ട്. ഫുഡ് കഴിക്കാനായിട്ട് വന്ന ആൾക്കാർ അങ്ങനെ, ഇനി അല്ലാണ്ട് വൈബ് പിടിക്കാൻ വന്ന ആൾക്കാർ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ കാണും. ഗൈസ് അങ്ങനെ ഏതായാലും ഞങ്ങൾ നടന്ന് വന്ന വഴി ഞങ്ങൾ കയറിയ എൻട്രൻസ് വഴി ഞങ്ങൾ തിരിച്ച് റിട്ടേൺ എത്തിയിട്ടോ. ഫുൾ റൗണ്ട് അടിച്ച് കണ്ടതിന് ശേഷം പിന്നെ ഇവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സംഭവം എന്താ വെച്ചാൽ ഈ സെക്ഷനിലാണ്. വെച്ചാൽ നമ്മൾ എൻട്രൻസ് കയറി വരുന്ന ലെഫ്റ്റ് സൈഡിലാണ് ഇതുള്ളത്. വെച്ചാൽ ഇവർ ഫ്രീ ആയിട്ട് മേക്കപ്പും ചെയ്തു തരും, ഫ്രീ ആയിട്ട് കോട്ടൺ ക്യാൻഡി ഉണ്ട്, ഫ്രീ ആയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കേട്ടോ സെൽഫി എടുക്കാം, സെൽഫി ബൂത്ത് ഉണ്ട്, അതേപോലെ ഫ്രീ ആയിട്ട് പോപ്കോണും കിട്ടും, പിന്നെ ഫ്രീ ആയിട്ട് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക്. എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഒരു ഏരിയയിൽ കേട്ടോ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ അധികം ബുദ്ധിമുട്ട് വരില്ല. വെച്ചാൽ നമ്മൾ എൻട്രൻസ് കയറി നേരെ ആ ഹുദ ബ്യൂട്ടീനെ കഴിഞ്ഞ് നേരെ ഫ്രണ്ടിൽ വരുന്നതാണ് ഈ സെക്ഷൻ വരുന്നത്. നല്ല അടിപൊളിയായിട്ട് അവർ എന്താ പറയുക, പോപ്കോൺ തിന്ന ആൾക്കാരായിക്കോട്ടെ, കോട്ടൺ ക്യാൻഡി ആയിക്കോട്ടെ, നല്ലൊരു ഇതാട്ടോ, വൈബ് അടിച്ച് ചില്ലടിച്ച് അവിടെ നല്ല ഓൾറെഡി പാട്ടൊക്കെ കളിക്കൊണ്ട് അവർ ഡാൻസ് ഒക്കെ കളിച്ച് അടിപൊളിയാക്കിയിട്ടാണ് നമുക്ക് സാധനങ്ങൾ നമ്മളെ കയ്യിലേക്ക് തരിക തന്നെ. എന്നിട്ട് അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി. പിന്നെ അതാ എൻ്റെ ബേബി പോപ്കോൺ വാങ്ങണം. പക്ഷെ അവരെ ഇങ്ങനെ നോക്കുകയാണ്, അവരിങ്ങനെ തലയിൽ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, എന്താ പറയുക, അതുപോലെ മാസ്ക് വെച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ നോക്കുകയാണ്, മോളിങ്ങനെ ആശ്ചര്യത്തോടെ വണ്ടറടിച്ചിട്ട്. അങ്ങനെ ഏതായാലും ഞങ്ങളൊക്കെ പോപ്കോണും കാര്യമൊക്കെ വാങ്ങി. പിന്നെ വിചാരിച്ചെന്നാൽ കോട്ടൺ ക്യാൻഡിയും കൂടി വാങ്ങാം അങ്ങനെ മോക്ക് കോട്ടൺ ക്യാൻഡി വാങ്ങാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത ലൈൻ. ഇത് ഭയങ്കര ക്യൂ ആട്ടോ, അതാണ് മെയിനായിട്ട്. ഇതൊക്കെ ഫ്രീ ആയതുകൊണ്ടായിരിക്കാം മേ ബി ഭയങ്കര ക്യൂ ആണ്. ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ, അപ്പുറത്തും വെയിറ്റ് ചെയ്തു, പോപ്കോണിൻ്റെ അവിടെയും വെയിറ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടെയും കുറച്ച് പേരുണ്ടായിരുന്നു ഞങ്ങളെ മുന്നിൽ. അവർ കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞങ്ങളുടെ അടുത്ത് എത്തിയത്. ഏതായാലും പക്ഷേ ഞങ്ങളുടെ എത്തിയതല്ല, ഞങ്ങൾ അവരുടെ അടുത്തേക്ക് എത്തിയത്. ഏതായാലും ഇതിൻ്റെ ആണ് കോമഡി. ഇത് കോട്ടൺ ക്യാൻഡി മോളെ കൈ കൊടുത്തിട്ട് മോള് വാങ്ങുന്നില്ല. എനിക്ക് തോന്നുന്നു അവൾ അത് കണ്ടിട്ട് അതിൻ്റെ ടെക്സ്ചർ കണ്ടിട്ടോ, ഇനിയിപ്പോൾ അതൊരു പഞ്ഞിയാണല്ലോ, ഒരു അങ്ങനത്തെ ഒരു ടൈപ്പാണല്ലോ കോട്ടൺ സംഭവം ആയതുകൊണ്ട് എന്തോ അവൾ വാങ്ങുന്നില്ല. മോളെന്തോ അങ്ങനെ മടിച്ച് എന്താ അത് വായിൽ വെക്കുമ്പോൾ വേറെന്തോ വായിലായ പോലെയൊക്കെ ഒരു എക്സ്പ്രഷനാണ് മോളെ എക്സ്പ്രഷൻ. ഏതായാലും അപ്പോൾ ഗായ്സ് ഇവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് നല്ല ഇഷ്ടമായി. നല്ല വൈബും കാര്യമൊക്കെ
കിട്ടും. നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് മാറിയല്ലോ, അതുകൊണ്ട് നല്ല നല്ല അടിപൊളിയായിരുന്നു. അതും ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി, ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകണം, കാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക്. അതാ നോക്കുക ഗൈസ്, ഹെലികോപ്റ്റർ പോകുന്നു. ഹെലികോപ്റ്റർ ഭയങ്കര താന്നിട്ടാട്ടോ പോകുന്നത്. പിന്നെ നന്നായിട്ട് കാണായിരുന്നു. അത് കുറച്ച് പോകുന്ന വരെ നോക്കി നിന്നു. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഏതായാലും അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ആക്ച്വലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്ത്. അതേപോലെ നമുക്ക് ഫ്രീ ആയിട്ട് പോപ്കോൺസ്, അതേപോലെ കോട്ടൺ ക്യാൻഡി, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പം ഏതായാലും എല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്യുക. ഇവിടെ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ മന്ത് ജനുവരി 3-ാം തീയതി മുതൽ 12-ാം തീയതി വരെയുള്ളൂ ഇവിടെ ഈ പ്രോഗ്രാം. അപ്പോൾ ഏതായാലും എല്ലാവരും വന്ന് വിസിറ്റ് കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. അപ്പോൾ ഏതായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതേപോലെ തന്നെ പുതിയ ആൾക്കാരാണെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ആൻഡ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഏതായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.